ഹായ്, എനിക്കെതിരെ ഒരു പേപ്പർ, ഒരു നോട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേയധികം പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ചെറിയ കോപ്പിയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേസ് ഒരാൾ എനിക്ക് വന്നിരുന്നിട്ട് ഒരു കമൻ്റാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്കെതിരെ അനിമോളുടെ ഫാമിലി നോട്ടീസ് ഇട്ടിട്ടുണ്ട്, കേസ് വരാതെ നോക്കിക്കോ. അല്ല, നിങ്ങൾക്ക് ഇതൊന്നും പുത്തരി അല്ലല്ലോ, പക്ഷേ ഈ യൂട്യൂബ് അങ്ങ് തെറിപ്പിച്ചാൽ എഫക്റ്റ് ചെയ്യുമോ എന്ന് നോക്കട്ടെ. എൻ്റെ യൂട്യൂബ് ഓൾറെഡി ഒരു പ്രാവശ്യം കുറേയധികം ശത്രുക്കളായ, അസൂയാലുക്കളായ കുറേയധികം പേരുടെ കൂട്ടായ്മയുടെ ശ്രമഫലമായിട്ട് ഒരു 107K സബ്ബുള്ള ഒരു ചാനൽ തെറിച്ചത് തന്നെയാണ്. അതിനുശേഷമാണ് ഞാൻ ഈ ചാനൽ വളർത്തിക്കൊണ്ടുവന്നത്. ഇത് തെറിച്ചാൽ ഞാൻ അടുത്ത ചാനൽ കൊണ്ടുവരും. പിന്നെ പഴയതുപോലെ അന്നത്തെ വാശിക്ക് അത് റിട്രൈവ് ചെയ്ത് എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടു. കാരണം ഞാനത് മറ്റൊരാളുടെ അടുത്ത് ചോദിച്ചിരുന്നു, ഇതൊന്ന് ശരിയാക്കി തരുന്നതിന് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വാശിക്ക് എൻ്റെ മകൻ തന്നെ ഇത് പഠിച്ചിട്ട് ഇപ്പോൾ എൻ്റെ പേജുകൾ, എൻ്റെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾ അടിച്ചു കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ കേസ് വരാതെ നോക്കിക്കോളണം. അനിമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. പറയാത്തടുത്ത് അനിമോളുടെ ഫാമിലി എങ്ങനെയാണ് എനിക്കെതിരെ കേസിന് പോവുക? ഇനി കേസിന് പോകാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് മോഹൻലാലായിരിക്കും. മോഹൻലാലിനെതിരെ ഞാൻ സംസാരിച്ചു എന്നുള്ളതാണ്. ഈ അങ്ങും കൊള്ളാതെ ഇങ്ങും കൊള്ളാതെ ബിഗ് ബോസിൽ തന്നെ പാർട്ടിസിപ്പേറ്റിന് നടത്തിയ ഒരു പടുകിളവന് ഇരുന്നുകൊണ്ട് എന്തോ വർത്തമാനം പറയുന്നുണ്ട്. ഒരു ഞരമ്പനായിരുന്ന, അങ്ങും കൊള്ളാതെ ഇങ്ങും കൊള്ളാതെ നടന്ന ഒരു തെണ്ടി എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരു പിണ്ണാക്കം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരാളുടെ പേര്, ആ പേര് കൃത്യമായി പറയാതെ തന്തയില്ലാഴിക പറയണ ആ തന്തയില്ലാ കിളവനെ നേരിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഊരി അവൻ്റെ മുഖത്ത് ഞാൻ പറ്റിക്കും. അതിനകത്ത് ഒരു തർക്കവുമില്ല. സംശയമുള്ളവർക്ക് ഞങ്ങളെ രണ്ടുപേരെയും ഒരു വേദിയിലേക്ക് ക്ഷണിക്കാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലേക്ക് ക്ഷണിക്കാം. എത്ര വലിയ ക്രൗഡ് ഉണ്ടെങ്കിലും, എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ആ പടുകിഴവനിക്ക് എൻ്റെ ചെരുപ്പ് മറുപടി കൊടുക്കും എന്നുള്ള തർക്കമേ വേണ്ട. അടിച്ച് ഞാൻ പൊട്ടിക്കാമെന്ന് അറിയാം. പിന്നെ അവൻ പറഞ്ഞത് കണക്ക് അവന് ഉപയോഗിച്ച അതേ ഭാഷ അവൻ്റെ അമ്മയ്ക്ക് ഞാനങ്ങ് ഉപയോഗിച്ച് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യുന്നു. മോഹൻലാലിന് ഫേവർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ്, അല്ലെങ്കിൽ മോഹൻലാൽ വരുന്ന ഈ സംഗതി ഞാൻ കാരണമാണ് മോഹൻലാൽ അങ്ങനെയൊന്നും പറയാത്തതെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അനിമോളെ പറയാത്തത്. ഇനി മോഹൻലാലിൻ്റെ കാര്യത്തിലേക്ക് വരാം. ആരാണ് മോഹൻലാൽ? നിങ്ങൾക്ക് അദ്ദേഹം ഒരു ഭയങ്കര ഗ്രേറ്റ് നടനായിരിക്കാം, പക്ഷെ ഞാൻ എന്ന വ്യക്തിക്ക് എനിക്ക് അയാളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾക്ക് പറയാനാകത്തില്ല. എനിക്ക് താല്പര്യം കൂടെ തോന്നണം. എനിക്ക് തോന്നണം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടണമോ വേണ്ടേ എന്നുള്ളത്. ഞാൻ പേഴ്സണാലിറ്റിക്ക് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയാണ്, അല്ലാതെ ഒരു സിനിമാറ്റിക് ഡയലോഗ് പറഞ്ഞു എന്ന് കരുതി അയാളെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്ന ആളല്ല. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് ഫംഗ്ഷനിൽ പോലും കുമാരനാശാനെ അപമാനിച്ചുകൊണ്ട് കുമാരനാശന്റെ കവിത എന്ന തരത്തിൽ അയാൾ ആലപിച്ചത് മറ്റൊരു കവിതയാണ്. അത് അയാൾ തന്നെ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ChatGPT അയാൾക്ക് ഉണ്ടാക്കി കൊടുത്ത കവിതയാണ് പറഞ്ഞത്. എത്ര വലിയ ക്രൈമാണെന്ന് അറിയാമോ? സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ പ്രതികരിച്ചു എന്നാണ് ഞാൻ കാണുന്നത്. ഒത്തിരി പേര് ന്യൂസിൽ കൂടെയൊക്കെ വന്ന് അത് വളരെ വൈറലാകേണ്ട ഒരു സബ്ജക്റ്റാണ്. മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഇവിടുത്തെ മൃഗങ്ങളെ കൊല്ലുകയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഉരുപ്പടികളെ ക്രയവിക്രയം നടത്തുകയോ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പന്നി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ തല്ലിക്കൊന്ന് കറി വെച്ച് തിന്നാൽ പോലും ഫോറസ്റ്റുകാർ വന്ന് നമുക്കെതിരെ കേസ് ഉണ്ടാക്കും. ഈ ഓടിക്കൊണ്ട് പോകുന്ന വണ്ടി പോകുന്ന സമയത്ത് തന്നെ വന്യമൃഗങ്ങൾ വന്നാൽ അവരെ തട്ടിയിട്ടാലും നമുക്കിടെ ഫോറസ്റ്റുകാർ കേസെടുക്കും. അങ്ങനെ ഇരിക്കെ ഇത്രയും ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന, കേണൽ പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് 10ഓളം ഉരുപ്പടികളാണ് കൈയെടുത്തിട്ടുള്ളത്. അതിൽ കേസുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് ആണ് അയാൾക്ക് അത് വിട്ടുവീഴ്ച നടത്തി കൊടുത്തത്. അയാൾക്ക് പ്രിവിലേജ് ഉണ്ടായിട്ടല്ല. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ബോധമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറയും, ഞാനൊരു പൗരയാണ്. എൻ്റെ രാജ്യത്ത് നടക്കുന്ന ഇതുപോലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ ഒക്കെ കണ്ട് സംസാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ കുമാരനാശാനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീണഭൂമി ഞാൻ വായിച്ച വ്യക്തിയാണ്. അതിനകത്തില്ലാത്തൊരു വരി അവിടെ പ്രസംഗിച്ചിട്ട് അത് അദ്ദേഹത്തിൻ്റെ വരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യും, എനിക്ക് കേസ് കൊടുക്കാം മോഹൻലാലിന് എതിരെ. മാത്രമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്തതിൽ നിന്ന് മാറി ഒരു പെൺകുട്ടിയെ വ്യക്തി അധിക്ഷേപം നടത്തുകയും അവിടെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ സംസാരിക്കാൻ എനിക്ക് സാധിക്കും. മോഹൻലാൽ കഴിഞ്ഞ തവണ റോക്കി ബായോട് ഒരു കാര്യം പറഞ്ഞിട്ടിരുന്നു, അടിക്കും എന്ന് പറയുന്നതിന് പകരം അടി പറ്റിക്കണ്ടേ എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ഒരു ചെറുക്കൻ്റെ മുഖം അടിച്ച് പൊട്ടിച്ച് ആ ചെറുക്കൻ്റെ ഇവിടുത്തെ മുഴുക്ക സ്റ്റിച്ചിട്ട് ഇല്ലാത്ത പ്രശ്നത്തിലേക്ക് പോയി. കേസ് കൊടുക്കാനാണെങ്കിൽ ഇതൊക്കെ കാണിച്ചുകൊണ്ട് എനിക്ക് കേസ് കൊടുക്കാം മോഹൻലാലിനെതിരെ. തിരിച്ച് എനിക്കെതിരെ കേസ് കൊടുത്താൽ ഐ ഹാവ് സോളിഡ് ആൻസർ. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് അയാൾക്ക് മറുപടി ഉണ്ടാവില്ല. 10ഓളം ഈ പറയുന്ന വന്യജീവി വിഷയങ്ങൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ആനക്കൊമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ക്രൈമാണോ അത്? അത് ക്രൈമാണ്. ഒരാളെ ഇപ്പം നമ്മൾ ഒരാളെ കൊന്നാൽ
അത് നമ്മളുടെ ഒരു സാഹചര്യത്തിന്റെ തള്ളിച്ച കൊണ്ട് ചെയ്തതെന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പോൾ അവിടെയുണ്ട്. അതേസമയം നമ്മൾ ഒരാളെ കൊണ്ട് കൊല്ലിച്ചാൽ അതിന് കൊന്ന ആളിനേക്കാൾ ക്രൈമാണ് മറ്റേ ആൾക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റോക്കി ബായി എന്തുകൊണ്ട് കേസ് നേരിടാൻ നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിജോ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തൂങ്ങുക മോഹൻലാലാണ്. കാരണം റോക്കിക്ക് അത് പറയാം, എൻ്റെ അടുത്ത് ഇടിച്ചോളാൻ പറഞ്ഞു, ഞാൻ ഇടിച്ചു, അങ്ങനെ പറയുണ്ടാവുള്ളൂ. അപ്പൊ ആരാണ് ക്രൈം ചെയ്തിരിക്കുന്നത്? മോഹൻലാൽ എന്ന വ്യക്തിയാണ് ക്രൈം ചെയ്തിരിക്കുന്നത്. കുമാരനാശാനെ അപമാനിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞ് സാഹിത്യ അക്കാദമിയുടെ അടുത്ത് പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ പ്രശ്നത്തിലും അങ്ങേര് മാപ്പ് പറയേണ്ടി വരും. അപ്പോ അയാൾ എന്ന വ്യക്തി ചെയ്ത മോശക്കേടുകൾ എനിക്ക് പബ്ലിക്കിൽ പറയാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. സോ കേസ് വരിക അദ്ദേഹത്തിനെതിരെ ആയിരിക്കും, എനിക്കെതിരെ ആയിരിക്കത്തില്ല. ലെഫ്റ്റനന്റ് കേണൽ പദവിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പോയൊരു പദവി പോലെയല്ല അത്. ഇപ്പോൾ ഡോക്ടർ മോഹൻലാൽ, ഡോക്ടർ മമ്മൂട്ടി എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റും. കാരണം പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർ പദവി അവർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടിയൊന്നും അത് എവിടെയെങ്കിലും ഉപയോഗിച്ചതായിട്ട്. പക്ഷെ പുള്ളിക്കാരൻ അതൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു. മോഹൻലാൽ രണ്ടുപേരും അത് ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാതിരിക്കുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു നടൻ എന്ന രീതിയിൽ വാമനപുരം ബസ് റൂട്ട് കണ്ട ഞാൻ, ഭരതം കണ്ട ഞാൻ, എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റും രണ്ടിൻ്റെയും ഡയറക്ടേഴ്സാണ് മിടുക്കന്മാരെന്ന്. കാരണം ഇത് രണ്ടിലും അഭിനയിച്ചത് ഇദ്ദേഹമാണ്. വാമനപുരം ബസ് റൂട്ടിലെ ഇദ്ദേഹത്തിന്റെ ആക്ടിങ് കണ്ടാൽ ഒന്നും പറയാനില്ല, അത് വിശകലനം ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ എൻ്റെതായ അഭിപ്രായങ്ങൾ എനിക്കുണ്ട്, അത് ഞാൻ പറയാനാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. ആ ഒരു കാര്യത്തിൽ അദ്ദേഹം കേസുമായി വന്നാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ തിരിച്ചു കേസ് കൊടുക്കുമ്പോൾ അത് ഫേസ് ചെയ്യാൻ പുള്ളിയും കൂടെ തയ്യാറാകണം എന്നുള്ളതാണ്. ഇനി ചെകുത്താന് നേരെ നടന്ന, ചെകുത്താൻ പറയുന്നത് പോലുള്ള ഒരു ടേം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് റിപ്പീറ്റഡ്ലി പറയുക തന്നെ ചെയ്യും. അത് മോഹൻലാൽ എന്നല്ല, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞാലും എൻ്റെ വായിൽ നിന്ന് അതേ വരുള്ളൂ, ഞാനത് പറയുക തന്നെ ചെയ്യും. ഇനി അനുമോളുടെ വിഷയത്തിലേക്ക് വരാം. അനുമോളുടെ PR ആണെന്ന് പറഞ്ഞ് കുറേ അധികം ദിവസം എനിക്ക് വന്ന കമൻസിന്റെ ഒരു ബാക്കി പത്രമായിട്ട് ഈ ഒരു നോട്ടീസിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. സന്തോഷം മാത്രമേ ഉള്ളൂ, കാരണം ഞാൻ അവളുടെ PR അല്ല. എനിക്ക് ആരുടെയും PR വർക്ക് ചെയ്യേണ്ട ഗതികേട് ഇതുവരെ ഇല്ല, താല്പര്യമില്ല. 10-16 ലക്ഷം രൂപ കൊടുത്ത് ആ കൊച്ചി ആരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ അതും വിശ്വസിക്കുന്നില്ല. എനിക്ക് മനസ്സിലായ പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിനകത്തൊരു കേസോ വഴക്കോ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അനുമോളുടെ ഫാമിലി സൈഡിൽ നിന്ന് വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ കുത്തിത്തിരിപ്പ് കമന്റ് അവിടെ കൊണ്ടുവന്നിട്ട് നടുവിരൽ നമസ്കാരം മാത്രമേ എനിക്ക് തരാൻ പറ്റുകയുള്ളൂ. ഇത്തരം സന്തോഷങ്ങളൊക്കെ നിങ്ങൾ സന്തോഷിക്കുക, ഒരു പ്രോബ്ലവും ഇല്ല, അതൊന്നും ഇവിടെ എടുക്കത്തില്ല. പിന്നെ ഒരു കാര്യവുമുണ്ട്, ഇതിനകത്ത് ആദില നൂറ എന്ന് പറയുന്ന 2 വ്യക്തികളെ അവിടെ കൊണ്ടുപോവുകയും അവരെ ഒന്ന് നോർമലൈസ് ചെയ്യാനും മറ്റുള്ളവരെ ഇകഴ്ത്താനും ഇടിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവിടെ ഉള്ളവരുടെ ചില വാക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അങ്ങോട്ട് നിർബാധം പബ്ലിഷ് ചെയ്യും, ഒരു തർക്കവും ഇല്ല. അതാണ് എൻ്റെ ഒരു രീതി, മനസ്സിലായില്ലേ? ടിറ്റ് ഫോർ ടാറ്റ്. അല്ലാതെ ഏതെങ്കിലും ഒരു പച്ചാളത്തിലിരുന്ന് 10 പൈസയ്ക്ക് വേണ്ടി ബിഗ് ബോസിനകത്ത് പോയി ആരുടെയെങ്കിലും കണ്ണിൽ മുളക് അടച്ചരച്ച് തേച്ചു കൊടുത്ത എന്നിട്ട് നീതിയൊക്കെ പറയുന്ന ഒരു വായി നോക്കിയ പോലെയല്ല ഷെഫീന. ഷെഫീനക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഷെഫീന കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് ഇതൊക്കെ പറയുന്നത്. ആരാണ് ഷെഫീന എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ഞാനാണ് ഷെഫീന. എൻ്റെ പേര് ഷെഫീന ബീവി എന്നാണ്. ആ പേര് എപ്പോഴും ഓർത്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ മറ്റൊരു പേരിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊറുകി നാറിയെ എന്നെ ഒന്ന് കാണാൻ പറയുക. നേരിട്ട് എന്നെ കാണാൻ ധൈര്യമുണ്ടോ എന്ന് അവനോട് ചോദിക്കുക. ഞാൻ ഇപ്പോഴും റിപ്പീറ്റഡ്ലി പറയുന്നു, ആ പദപ്രയോഗത്തിൽ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ എച്ചക്കല പഞ്ചായത്ത് കക്കൂസിന്റെ മകനെ എൻ്റെ നേർക്ക് നേരെ കിട്ടിയാൽ ചെരുപ്പ് സംസാരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെക്കട്ടെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു എക്സ്പ്ലനേഷൻ ആയില്ലേ? നന്ദി, നല്ല നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് ഞാൻ പറയേണ്ട രീതി രേവതിയുടെ ഭാഗമായിട്ട് പറയാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. വരൂ നമുക്ക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അതൊക്കെ രേവതിയുടെ ഫോർമേഷനാണ്, ഞാൻ വേറെയാണ് കേട്ടോ. താങ്ക് യു. അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി.